ഹലോ, സായിസ് ഡ്രീം വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ശനിയാഴ്ചത്തെ ദിവസത്തെ വീഡിയോ ആയിട്ടാട്ടോ വന്നിട്ടുള്ളത്. ചെറിയൊരു വ്ളോഗ് തന്നെയാണ്. പിന്നെ ചെറിയൊരു ടിപ്പുകളും കേട്ടോ. എനിക്ക് പിന്നെ നല്ലതാണെന്ന് തോന്നുന്ന കുറച്ച് ടിപ്പുകൾ കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ നല്ല മഴയായിരുന്നു. അപ്പം ഇന്ന് കുട്ടികൾക്ക് സ്കൂളില്ല കേട്ടോ. അപ്പം ഞാനും തന്നെ കുറച്ച് നേരം വൈകിട്ടാണ് നീച്ചത്. നേരം വൈകി പറഞ്ഞാൽ ഒരു 6:45 ആയപ്പോഴത്തേന് കുളിച്ച് അടുക്കളയ്ക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. ഒരു 6:15 ആയപ്പോഴേക്കും നീച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് ചായ വെച്ചിട്ടുണ്ട്. ചായ ഇവിടെ പൊതുവേ ഞാനും കുട്ടികളും മാത്രമേ കുടിക്കാറുള്ളൂ, ഏട്ടൻ കുടിക്കാറില്ല. പിന്നെ ഇതിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. ഇന്ന് നൂൽപുട്ടാണ് കേട്ടോ. അപ്പം ഞാൻ തിളച്ച വെള്ളം അങ്ങനെ ഒഴിച്ചിട്ട് വല്ലാതെ കുഴക്കലില്ല. തിളച്ച വെള്ളം ഒഴിച്ചിട്ട് അങ്ങോട്ട് പറഞ്ഞാൽ നല്ല പിന്നെ സോഫ്റ്റായിട്ട് തന്നെ കിട്ടും കേട്ടോ. അപ്പം ഞാൻ ഇതുപോലെയാണ് ചെയ്യൽ. അപ്പോൾ ഞാൻ നൂൽപുട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പൊടി എടുക്കുകയാണ് കേട്ടോ. പൊടി പറഞ്ഞാൽ ഇത് ഞാൻ പൊടിപ്പിച്ചായിരുന്നു, പക്ഷേ അത് കഴിഞ്ഞിരുന്നു കേട്ടോ. പിന്നെ ഞാൻ വീട്ടിൽ പോയപ്പോൾ അമ്മ അവിടുന്ന് കുറച്ച് പൊടി വാങ്ങി തന്നായിരുന്നു കേട്ടോ. അമ്മ അവിടെ അയിനിക്കോട് ഒരു ബാങ്കിൽ വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ താഴെ മില്ലാണ്. അപ്പോൾ അവിടെ ഇതേപോലെ പൊടികൾ, ഗോതമ്പ് പൊടിയും അരിപ്പൊടിയൊക്കെ ലൂസായിട്ട് വാങ്ങാൻ കിട്ടും കേട്ടോ. അപ്പോൾ അങ്ങനെ കുറച്ച് വാങ്ങിയതായിരുന്നു. അപ്പോൾ അവിടുന്ന് ഇങ്ങനെ കൊണ്ടുവന്നതാട്ടോ. ഇത് പത്തിരിക്ക് വേണ്ടിയിട്ട് പൊടിച്ച അങ്ങനത്തെ പൊടിയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ നൂൽപുട്ടും ഉണ്ടാക്കും, പുട്ടും ഉണ്ടാക്കും, അതേപോലെ തന്നെ പത്തിരി ഉണ്ടാക്കും കേട്ടോ. പത്തിരി മിക്കവാറും ഇതേപോലെ ഒഴിവുള്ള ദിവസമോ എപ്പോഴെങ്കിലുമൊക്കെയാണ് ഉണ്ടാക്കൽ. പൊതുവേ കുറവാട്ടോ ഞാൻ പത്തിരി ഉണ്ടാക്കൽ. എന്തെങ്കിലും ആഗ്രഹമാകുമ്പോൾ അങ്ങോട്ട് ഉണ്ടാക്കലാണ് കേട്ടോ. പുട്ടിനും തന്നെ നമുക്ക് പിന്നെ തരി ഇല്ലെങ്കിലും നല്ല മയത്തിൽ തന്നെ കിട്ടും കേട്ടോ. പുട്ട് കുറച്ച് ഇളം ചൂടിലുള്ള വെള്ളത്തിൽ കുഴച്ചെടുത്താൽ മതി കേട്ടോ, പുട്ടിനാണെങ്കിലും. അപ്പോൾ ഞാനതൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിക്ക് കറി പറഞ്ഞാൽ ഇന്നലത്തെ ചിക്കൻ കുറച്ച് ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് വറുത്തരയ്ക്കാൻ വിചാരിച്ചു കേട്ടോ. പിന്നെ ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, ഇത് നല്ലൊരു ടിപ്പാണ് കേട്ടോ. കാരണം നമ്മൾ തലേന്ന് തന്നെ നമുക്ക് വേണ്ട പച്ചക്കറികളും നാളികേരവും ഒക്കെ ഒന്ന് ചിരകി വെച്ചിട്ടുണ്ടെങ്കിൽ പിറ്റേന്ന് രാവിലെ നല്ല സുഖമാണ് കേട്ടോ. കാരണം നമുക്ക് കുറച്ച് നേരം വൈകി നീച്ചാലും പേടിക്കാനില്ലല്ലോ. കഷ്ണങ്ങളൊക്കെ നുറുക്കിയിട്ടുണ്ട്, നാളികേരം ചിരകി വെച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ പെട്ടെന്ന് തന്നെ ആയി കിട്ടും. ഞാൻ സ്കൂളുള്ള ദിവസവും സ്കൂളില്ലാത്ത ദിവസങ്ങളിലൊക്കെ ഇങ്ങനെയാണ് കേട്ടോ ചെയ്യാറ്. നമുക്ക് രാവിലെ പെട്ടെന്ന് ജോലി ഒരുങ്ങും. പിന്നെ കാരണം ചോറ് ഒരടുപ്പത്തും ബാക്കിയുള്ളത് പിന്നെ നമുക്ക് കുക്കറും ഉണ്ടല്ലോ. കുക്കർ ഉണ്ടെങ്കിൽ കഷ്ണങ്ങളൊക്കെ പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ. അപ്പോൾ ഒറ്റ വിസിൽ അതും വെന്താൽ നാളികേരം അരയ്ക്കുക, പാരുക, അത്രയേ ഉള്ളൂ. അപ്പോൾ വേഗം തന്നെ ആയി കിട്ടും. അപ്പോൾ ഞാൻ നാളികേരമൊക്കെ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ. ചിക്കനിക്ക് വേണ്ട നാളികേരം വറുത്തെടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നൂൽപുട്ട് ഞാൻ അപ്പം പോലെയല്ല, ഇതേപോലെ ഇഡ്ഡലി തട്ടിലിട്ടിട്ടാണ് കേട്ടോ ഉണ്ടാക്കാറ്. അപ്പോൾ കണ്ടത് നല്ല സ്മൂത്തായിട്ട് തന്നെ നമുക്ക് കറക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അധികം കുഴയ്ക്കൊന്നും വേണ്ടതുപോലെ ചൂടുവെള്ളം പാർന്ന് കൊടുക്കുകയാണെങ്കിൽ. അപ്പോൾ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. ഇങ്ങനെ അല്ല ചെയ്യാത്തവരാണെങ്കിൽ ഇളം ചൂടുവെള്ളത്തിലാണ് ചെയ്യണമെന്ന് വെച്ചെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുകൊണ്ടു. ഇവിടെ നൂൽപുട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കാരണം എന്താ അറിയോ, നമ്മുടെ മാഗി നൂഡിൽസൊക്കെ അതിൻ്റെയൊക്കെ ഒരു ഷേപ്പിലാണല്ലോ. അപ്പോൾ കുട്ടികൾ ഇതിങ്ങനെ എടുത്തിട്ട് മാഗിയാണ് നൂഡിൽസാണ് പറഞ്ഞാൽ പെട്ടെന്ന് കഴിക്കും. പിന്നെ ഞാൻ ഗ്യാസുമ്മ തന്നെ കേട്ടോ വെച്ച് കൊടുക്കണത്. കാരണം തീ മൂട്ടിയിട്ടില്ല, നേരം വഴിക്ക് നീച്ചുകൊണ്ട്. ചോറൊക്കെ പിന്നെ ആക്കം പോലെ വെച്ചാൽ മതിയല്ലോ എന്ന് കരുതിയിട്ടാണ്. അപ്പോൾ ഗ്യാസുമ്മ തന്നെ പെട്ടെന്ന് വെച്ച് കൊടുത്തു. പിന്നെ ഞാൻ അതിലേക്ക് വേണ്ടത് നാളികേരം ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ആ ചട്ടിയിൽ നമ്മുടെ ചിക്കന് ഇന്നലത്തെ ബാക്കി കുറച്ചുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ നീച്ചപ്പോൾ തന്നെ പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫ്രിഡ്ജിൽ വെച്ചിരുന്നു, എന്നിട്ട് പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചിക്കന് പിന്നെ ഞാൻ വേറെ എക്സ്ട്രാ ഉള്ളിയോ തക്കാളിയോ ഒന്നും കൂട്ടണില്ല. ഇതന്നെ മതി, കുറച്ച് കറി മതി കേട്ടോ ഇവിടെ. കാരണം ഞങ്ങൾ ആകെ 2-3 ആൾക്കാരല്ലേ ഉള്ളൂ. അപ്പോൾ വല്ലാതെ അങ്ങോട്ട് കറി വേണ്ട. അപ്പോൾ ഞാൻ കുറച്ച് നാളികേരം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് എന്നിട്ട് ഉപ്പ് നോക്കിയിട്ട് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതൊന്ന് തിളച്ച് വരുമ്പോൾ വാങ്ങി വയ്ക്കാം കേട്ടോ. നാളികേരത്തിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിലയും കുറച്ച് വലിയ ജീരകം കൂടെ ഇട്ടിട്ടുണ്ട് കേട്ടോ വറുത്തപ്പോൾ. ഞാനിങ്ങനെയാണ് കേട്ടോ, ചിക്കൻ 2 കഷ്ണമൊക്കെ ബാക്കിയുണ്ടെങ്കിൽ ഇതേമാതിരി രാവിലെ തട്ടിക്കൂട്ടൊരു കറി ഉണ്ടാക്കും. നൂൽപുട്ടോ ചപ്പാത്തിയോ ഒക്കെ ആണെങ്കിൽ ഇതേപോലെ ഉണ്ടാക്കും കേട്ടോ. അപ്പം ഞാനത് തിളച്ചപ്പോൾ വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ എൻ്റെ ഒരു ശീലമാണ് ഇത്. കാരണം പാത്രം ഏത് പാത്രത്തിലാണോ വെച്ചതെന്ന് വെച്ചെങ്കിൽ അത് ഒഴിച്ചു വയ്ക്കും കേട്ടോ. അപ്പോൾ നമുക്ക് പാത്രം കഴുകാനുള്ള പാത്രം അപ്പം കഴുകുമ്പോൾ നമുക്ക് കുറേ പാത്രങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ.
അപ്പോൾ അതാ ഞാൻ പിന്നെയും ആ ചട്ടീനെ വെച്ചെടുത്തിട്ടുണ്ട്. ഞാൻ ഏട്ടന് കുറച്ച് ഉപ്പുമാവ് ഉണ്ടാക്കാൻ വിചാരിച്ചു കേട്ടോ. ഏട്ടന് രാവിലെ വൈകുന്നേരത്ത് ഉപ്പുമാവാണ്. ദോശ അല്ലെങ്കിൽ ഗോതമ്പ് ദോശയൊക്കെയാണ് കഴിക്കൽ. ഗോതമ്പ് ദോശ വലിയ ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ ഉപ്പുമാവാണെങ്കിൽ പിന്നെ ഇന്ന് ചിക്കൻ്റെ കറി ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് അങ്ങനെ കഴിച്ചോളും. ഏട്ടന് പിന്നെ ഉപ്പുമാവാണെങ്കിലും കറി അതിക്ക് വേണം കേട്ടോ, അല്ലെങ്കിൽ ഉള്ളി വാട്ടിയതോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് വേണം. അപ്പോൾ ഇന്നിപ്പോൾ ഏതായാലും ചിക്കൻ്റെ കറി ഉണ്ടല്ലോ. അപ്പോൾ റവയാണ് കേട്ടോ ഞാൻ ഉപ്പുമാവ് ഉണ്ടാക്കുന്നത്. ഈ റവ ഞാൻ വറുത്തിട്ടില്ല, കാരണം മടി എന്തോ എനിക്കറിയില്ല. അന്ന് ഞാൻ കൊണ്ടുവന്നപ്പോൾ പെട്ടെന്ന് തന്നെ കുപ്പിയിൽ അങ്ങോട്ട് ഇട്ടിട്ടോ, പിന്നെ ഞാനത് എടുത്തില്ല. അപ്പോൾ പിന്നെ അല്ലാതെ 2 ദിവസത്തിനോ 3 ദിവസത്തിനൊക്കെ ഉണ്ടാവുള്ളൂ, കാരണം രാവിലെ വൈകുന്നേരമൊക്കെ ഉണ്ടാക്കുമ്പോൾ പെട്ടെന്ന് തന്നെ കഴിയും. അപ്പോൾ ഞാൻ ഇപ്രാവശ്യം വറുത്തിട്ടില്ല. വറക്കാതെ വെക്കുമ്പോൾ നമ്മൾ കുറേ ദിവസമൊക്കെ ആണെങ്കിലാണ് കട്ടൊക്കെ കുത്തുക കേട്ടോ. അപ്പോൾ 2-3 ദിവസത്തിനൊക്കെയാണെന്ന് വെച്ചെങ്കിൽ അങ്ങനെ കട്ടൊന്നും കുത്തൂല, പെട്ടെന്ന് തന്നെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടല്ലോ. അപ്പോൾ പിന്നെ ടേസ്റ്റിന് ചെറിയൊരു മാറ്റം ഉണ്ടാവും കേട്ടോ. വറുത്ത റവയ്ക്ക് എനിക്ക് തോന്നിയിട്ടുണ്ട് ടേസ്റ്റ് കൂടുതലാണ് എന്ന്. ഇങ്ങനെ ആകുമ്പോൾ ടേസ്റ്റ് കുറച്ച് കുറയുമെന്ന് എനിക്ക് തോന്നുക കേട്ടോ, അറിയില്ല. അപ്പോൾ എല്ലാവരും വറുത്ത് വെച്ചോണ്ട് കേട്ടോ, എൻ്റെ മടി കാട്ടണ്ട. എന്നൊന്നുമില്ല കേട്ടോ, എപ്പോഴെങ്കിലുമൊക്കെ ഉള്ളൂ. അപ്പോൾ ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ അമ്മേൻ്റെ അനിയത്തി ഉണ്ട്, മേമുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ തേത്തിന്നാണ് ഞങ്ങൾ പറയൽ കേട്ടോ. അപ്പോൾ തേത്തി നീച്ചിട്ട് ഇങ്ങനെ ഓരോ വർത്തമാനങ്ങൾ പറയുമായിരുന്നു. അപ്പോൾ വീഡിയോ എടുക്കുന്നുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വരാത്തത് ഭാഗ്യമില്ലേ എന്നൊക്കെ. തേത്തിക്ക് ഭയങ്കര മടിയാണ് കേട്ടോ വീഡിയോസിൻ്റെ മുന്നിലേക്കൊക്കെ വരാൻ. അതാണ് ഞാൻ തേത്തീനെ വല്ലാതെ അങ്ങോട്ട് കാണിക്കാത്തത് കേട്ടോ. അതേപോലെ തന്നെ ഏട്ടന് ഭയങ്കര മടി പറഞ്ഞാൽ എന്തോ എൻ്റെ ഫേസൊക്കെ കാണുമ്പോൾ എനിക്ക് തന്നെ കുറവാകുന്നു അങ്ങനെയൊക്കെ പറയുന്നോട്. അപ്പോൾ ജിന്നെ കാണിക്കണ്ട, ഈ എടുത്തോ എന്നൊക്കെ പറയും ഏട്ടനെ. അതാണ് ഏട്ടനെയും തന്നെ കാണിക്കാത്തത്. എന്നോടൊരു സബ്സ്ക്രൈബർ ഇങ്ങനെ ചോദിച്ചിരുന്നു എന്താ ഏട്ടനെ കാണിക്കാത്തത് എന്ന് കേട്ടോ. അതുകൊണ്ടാണ്, വേറെ ഒന്നും ഉണ്ടായിട്ടല്ല കേട്ടോ. പിന്നെ അതാ നൂലപ്പുട്ടൊക്കെ വെന്ത് ഞാൻ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ടാണ് കേട്ടോ കറി വയ്ക്കാൻ നോക്കുന്നത്. അപ്പോൾ കറി പറഞ്ഞാൽ പരിപ്പും കായയും കൊണ്ട് കറി വയ്ക്കാൻ കേട്ടോ. പിന്നെ അത് കുറച്ച് പയർ ഉപ്പേരി വയ്ക്കാമെന്ന് കരുതി. മീനൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ. മുട്ട ഉണ്ടായിരുന്നു, അപ്പോൾ മുട്ട ഓംലേറ്റ് അടിക്കാൻ വിചാരിച്ചിട്ടോ. പിന്നെ എന്താ ഞാൻ ചോറിനൊക്കെ അരി ഇട്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ കൂട്ടാൻ്റെ അരപ്പിന് വേണ്ടിയിട്ട് കുറച്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്, കുറച്ച് നാളികേരം, പിന്നെ ഒരു ഇത്തിരി ജീരകം കേട്ടോ. ജീരകത്തിൻ്റെ ചുവ എനിക്ക് വല്ലാതെ ഇഷ്ടമില്ല, അപ്പോൾ ഞാൻ കുറച്ച് ഇടലുള്ളൂ കേട്ടോ. അപ്പോൾ അതാ ഞാൻ നാളികേരമൊക്കെ പറന്ന് കറിയൊക്കെ ഒന്ന് വറുത്തിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ പയറും വെന്തിട്ടുണ്ട്. പിന്നെ രാവിലത്തെ 2 നൂൽപുട്ടുണ്ടായിരുന്നു. പിന്നെ പാലും കാച്ചി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അതാ ചോറൊക്കെ ഊറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാ ഞാൻ ചായ ഉണ്ടാക്കി, ആ ചായൻ്റെ ബാക്കി കേട്ടോ കുറേ. അപ്പോൾ ചുക്കുവെള്ളത്തിന് വെള്ളം വെച്ചതാണ് കേട്ടോ. പിന്നെ അതാ അതൊക്കെ കഴിഞ്ഞ് ഞാൻ അലമാരയൊക്കെ ഒന്ന് ക്ലീൻ ആക്കാമെന്ന് കരുതിട്ടോ, കാരണം ഓണൊക്കെ അല്ലേ വരുന്നത്. ഇതൊരു ടിപ്പാണ് കേട്ടോ. ഓരോ റൂം നമ്മൾ ഓരോ ദിവസം റെഡിയാക്കുകയാണെങ്കിൽ നമുക്ക് അത്ര തന്നെ ജോലി ഭാരം തോന്നൂല കേട്ടോ. നമ്മുടെ പണിയൊക്കെ ഒരുങ്ങിയിട്ട് ഒരു റൂം റെഡിയാക്കിയാൽ മതി, അപ്പോൾ പിന്നെ കുഴപ്പമില്ലല്ലോ. ജോലിക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ചെയ്താൽ മതി കേട്ടോ. കാരണം ജോലിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് അടുക്കളത്തൊക്കെ ഒന്ന് ഫ്രീ ആകുമ്പോൾ ഇതേപോലെ ചെയ്താൽ മതിയല്ലോ. ഡ്രസ്സൊക്കെ ഒന്ന് ഇതാക്കുക, അതുപോലെ തന്നെ അലമാരയൊക്കെ ഒന്ന് തുടച്ച് വയ്ക്കുക. അങ്ങനെയൊക്കെ ചെയ്താൽ നമുക്ക് ഇപ്പം എന്തായാലും ഒരു വീട്ടിൽ ഒരു 5-6 റൂമല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒരാഴ്ചയും കൊണ്ട് തന്നെ നമ്മുടെ വീട് സൂപ്പറായിട്ട് തന്നെ ക്ലീനായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇതുപോലെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. മുകളിലും താഴെയൊക്കെ ആയിട്ടാണ് കേട്ടോ ഞാൻ പറഞ്ഞത് 5-6 റൂം എന്നൊക്കെ. ഇപ്പോൾ ഇവിടെ തന്നെ എനിക്ക് മുകളിൽ റൂം ഉണ്ട്, പക്ഷേ ഞാൻ മുകളിലത്തെ റൂം അങ്ങനെ ഉപയോഗിക്കാറില്ല. അവിടേക്ക് ഗസ്റ്റുകളൊക്കെ വരുമ്പോൾ മാത്രമേ അങ്ങനെ പോകാറും ഇതാക്കാറുള്ളൂ. പിന്നെ ഡ്രസ്സൊന്നും അവിടെ കൊണ്ടുപോയി വയ്ക്കാറില്ല. ഞങ്ങൾ 4-5 ആൾക്കാരെ ഡ്രസ്സല്ലേ, അത് ഇവിടെ താഴത്തെ 2 റൂമിലായിട്ട് തന്നെയാണ് ഞാൻ വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ 2 റൂം ഞാൻ ഒരു ദിവസം കൊണ്ട് തന്നെ റെഡിയാക്കും. പിന്നെ ബാക്കിയുള്ള ജോലികളൊക്കെ അങ്ങനെ ഓരോ ദിവസം അങ്ങനെ എടുക്കും കേട്ടോ. പിന്നെ അതാ ഞാൻ അതൊക്കെ കഴിഞ്ഞ് വൈകുന്നേരത്ത് ലച്ചുമോൾ പറഞ്ഞമ്മ അന്ന് എന്തെങ്കിലുമൊക്കെ നമുക്ക് ഉണ്ടാക്കല്ലേ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ ജസ്റ്റ് വെറുതെ ബ്രെഡ് ഇരിപ്പുണ്ടല്ലോ, അപ്പോൾ ബ്രെഡ് കൊണ്ട് ഒരു പുഡിങ് ആക്കിയിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ വിചാരിച്ചിട്ടോ. അപ്പോൾ ഞാൻ പാല് കാച്ചി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അപ്പോൾ അതിലേക്ക് കുറച്ച് കസ്റ്റാർഡ് പൗഡറും കുറച്ച് കോൺഫ്ലവറും ഇട്ട് പിന്നെ കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് ഒന്ന് നല്ലോണം ഒന്ന് കുറുക്കിയെടുക്കാം കേട്ടോ. പിന്നെ നമ്മുടെ ബ്രെഡ് എടുത്തിട്ട് ഒരു പാത്രത്തിൽ ഏത് പാത്രം എടുത്താലും കുഴപ്പമില്ല. അപ്പോൾ അതിലൊന്ന് സെറ്റാക്കി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ നമ്മുടെ ഈ മിക്സ് ഉണ്ടല്ലോ അതങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അങ്ങനെ ലെയറായിട്ട് ചെയ്തിട്ട് ഒന്ന് ഫ്രിഡ്ജിൽ വെക്കുക കേട്ടോ. ചൂട് കൊടുക്കുകയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ചൂടൊക്കെ ആറിയിട്ടൊന്ന് ഫ്രിഡ്ജിൽ വെക്കുക കേട്ടോ. അപ്പോൾ അത് ഫ്രിഡ്ജിലൊക്കെ വെച്ച്
ഒരു 6-7 മണിയൊക്കെ ആയപ്പോഴത്തേന് എടുത്തിട്ടുണ്ട് കേട്ടോ മക്കൾ. എന്നിട്ടൊന്ന് കഴിച്ചു നോക്കുകയാണ്. അപ്പോൾ വീട്ടിൽ നിന്ന് അമ്മയും ഏട്ടൻ്റെ വലിയ മോളും വന്നിട്ടുണ്ട് കേട്ടോ. ചെറിയ ഏട്ടൻ്റെ വലിയ മോളും വന്നിട്ടുണ്ട് കേട്ടോ. അവർ നാളെ ഞങ്ങളൊരു സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. അപ്പോൾ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. എങ്ങോട്ടാണ് പോകണത് എന്നുള്ളത് അടുത്ത വീഡിയോയിൽ ഞാൻ പറയാം കേട്ടോ. അപ്പോൾ എൻ്റെ കുഞ്ഞ് വീഡിയോ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ കുറച്ച് ടിപ്പുകളൊക്കെ ഉപകാരപ്പെടും എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം. താങ്ക്